ഇഷാൻ സാർ, ഇന്ന് നിലവിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്ന ഒരു മാറ്റം അതിനെക്കുറിച്ച് പഠിച്ചാൽ നമ്മൾ ഒന്ന് ഞെട്ടിപ്പോകും. കാരണം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും പാക്കും തമ്മിൽ നിലവിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. താലിബാൻ വിദേശകാര്യമന്ത്രി മുത്തഖി ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യയിൽ വന്ന സമയത്ത് തന്നെ വളരെ തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വരുന്ന കൂട്ടത്തിൽ താലിബാൻ കാബൂൾ ലക്ഷ്യമിടുന്നു എന്നൊരു വാർത്തയും ആ സമയങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇതാ ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അഫ്ഗാനും പാക്കും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ പരസ്യമായി പറയുന്നില്ലെങ്കിലും അതീവ രഹസ്യമായാണെങ്കിലും വരുന്ന ചില മുറുമുറുപ്പുകളിൽ ഒന്ന് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ട് അതീവ രഹസ്യമായി എന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനൊപ്പം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അമേരിക്കയാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് പ്രശാന്ത് സാർ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള യുദ്ധം അത് ഭാവിയിൽ ഇന്ത്യ അമേരിക്ക യുദ്ധമായി പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മളുടെ ഈ ഒരു യുദ്ധത്തിന്റെ അല്ലെങ്കിൽ കാബൂളിലേക്കുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ തിരഞ്ഞെടുത്ത സമയമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അതായത് മുത്തഖി ഇന്ത്യയിൽ വന്ന സമയമാണ്. ഇതുപോലെ തന്നെയായിരുന്നു പഹൽഗാം ആക്രമണത്തിന് വേണ്ടി പാകിസ്ഥാൻ തിരഞ്ഞെടുത്ത ഒരു സമയം. അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇവിടുന്ന് പ്രധാനമന്ത്രി സൗദി സന്ദർശനത്തിന് പോയ സമയം, അല്ലെങ്കിൽ സൗദി ഏറ്റവും വലിയ വലിപ്പത്തിൽ പ്രധാനമന്ത്രിയെ ആഡംബര അല്ലെങ്കിൽ സെക്യൂരിറ്റി വിമാനത്തോടും ലോകത്തിലെ ഏറ്റവും വലിയ വലിപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രോട്ടോകോളിലും സ്വീകരിച്ച സമയത്താണ്. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് ആ സന്ദർശനം പൂർണ്ണമാക്കാതെ റദ്ദ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതും അത് തന്നെയാണ്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്ന അതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ പറഞ്ഞ ആക്ഷേപം എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന പ്രസ്താവന ഇന്ത്യയുടെ കാശ്മീരിൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ നടത്തിയ പെഹൽഗാം ഭീകരാക്രമണത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്ന് വിദേശകാര്യമന്ത്രി, അതായത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ പറഞ്ഞു. അത് ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു പ്രസ്താവന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പിറകിൽ ഇന്ത്യയുടെ സൈലന്റ് സപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ ഉണ്ടെന്ന് ലോക രാജ്യങ്ങൾ ഉറക്കെയല്ലാതെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ പിറകിൽ ഇന്ത്യയാണ്. ആരെതിർത്താലും, അമേരിക്ക എതിർത്താലും, ലോകരാജ്യങ്ങൾ എതിർത്താലും, ഐക്യരാഷ്ട്രസഭ എതിർത്താലും ഞങ്ങളുടെ ജിയോ പൊളിറ്റിക്കൽ ഞങ്ങൾ ശക്തമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഞങ്ങളുടെ മിത്രമായിട്ട് കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കുപോക്കുകളാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞത് പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കും, പാകിസ്ഥാൻ അടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്നുള്ള രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയുന്നതിന് വേണ്ടി, ഈ പറയുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് പറയുന്നതിന് വേണ്ടി വിദേശകാര്യമന്ത്രി തയ്യാറായി. ഇപ്പം ഇന്നത്തെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്നത് പോലെ അഫ്ഗാന്റെ പിറകിൽ ഇന്ത്യയാണെങ്കിൽ അഫ്ഗാനിസ്ഥാന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ചൈന നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സ്, അതായത് അഫ്ഗാൻ, ചൈന, ഇന്ത്യ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഇറാനെയും കൂടി അതിന്റെ കൂട്ടത്തിൽ വരേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം ഈ പറയുന്ന പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടി പാകിസ്ഥാന്റെ മണ്ണ് അമേരിക്ക ഉപയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അമേരിക്ക അവിടെ കടന്നു കയറി പാകിസ്ഥാനിൽ കടന്നു കയറി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ആയുധങ്ങൾ ഈ പറയുന്ന F-16 പോലെയുള്ള സൗജന്യമായിട്ടും മറ്റു പല മിസൈലുകളും ഒക്കെ പാകിസ്ഥാന് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിൽ പാകിസ്ഥാനോട് നേരിടുന്നതിന് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് പാകിസ്ഥാൻ ബോർഡർ ഇഷ്യൂ അല്ലെങ്കിൽ ആഭ്യന്തര വിഷയമൊക്കെ അഫ്ഗാന്റെ ഭാഗത്തുനിന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ അഫ്ഗാന് വേണ്ട പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കാണുന്ന ഒരവസ്ഥയിലേക്ക് കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കാബൂളിൽ ഇന്ത്യയിൽ വന്ന ദിവസം തിരിച്ചടി ഉണ്ടായത്. അവർ പറയുന്നത് പറഞ്ഞാൽ അവിടുത്തെ ഭീകര അല്ലെങ്കിൽ TTP നേതാവിനെ വധിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്നു കൊന്നു, TTP അല്ലെങ്കിൽ അഫ്ഗാൻ പറയുന്നു അത്തരത്തിൽ സംഭവിച്ചിട്ടില്ല. ഏതായാലും അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആക്രമണം. അതിന് ശേഷം അതിന്റെ പിറ്റേന്ന് വെളുപ്പിനെ 1.5 മണിക്ക് ശേഷം കരസേനയുടെ ആക്രമണത്തിൽ ഏതാണ്ട് 60ഓളം പാക് പട്ടാളമാണ് മരിച്ചിരിക്കുന്നത്. അതായത് 12ഓളം പാക് പോസ്റ്റുകൾ തകർത്ത് അത് പിടിച്ചെടുത്തിരിക്കുന്നു. ഏതാണ്ട് 5ഓളം പാക് പട്ടാളക്കാരെ തടവിലാക്കിയിരിക്കുന്നു. അതായത് പല പ്രവിശ്യകളും പാകിസ്ഥാന്റെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ കയ്യിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നിട്ട് തിരിച്ച് അഫ്ഗാനിസ്ഥാൻ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ഇവിടെ കയറി
നിങ്ങൾ തീവ്രവാദത്തെ തകർക്കാൻ നിൽക്കുന്നതിന് വരെ ഇവിടെ തീവ്രവാദമൊന്നുമില്ല, ഇവിടെ തീവ്രവാദികളും ഇല്ല, അവരെല്ലാം പുറത്താക്കി ഞങ്ങളെ മാതൃകയാക്കിയിട്ട് നിങ്ങൾ ഈ ലോകത്ത് നിൽക്കാൻ നോക്കുക. നിങ്ങളുടെ ഭാഗത്ത് ആഭ്യന്തരമായിട്ട് നിൽക്കുന്ന, നിങ്ങളുടെ രാജ്യത്ത് നിൽക്കുന്ന ഭീകരന്മാര് കൈകാര്യം ചെയ്താൽ മാത്രം തീരുന്ന ഒരു പ്രശ്നമാണ് ഇത്. അഫ്ഗാനിസ്ഥാന്റെ പുറത്ത് അല്ലെങ്കിൽ പഴിചാരി ഞങ്ങളെ ആക്രമിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമല്ല. അപ്പൊ അതിനകത്ത് അഫ്ഗാനിസ്ഥാനിലെ ഒരു പോർട്ട്, കാലാകാലങ്ങളായിട്ട് അമേരിക്കയുടെ കയ്യിലിരുന്ന പോർട്ട്, ആ പോർട്ട് തിരിച്ചു വേണമെന്ന് അഫ്ഗാനിസ്ഥാൻ പറയുമ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നതിന് യാതൊരു കാരണവശാലും അഫ്ഗാനിസ്ഥാന് താല്പര്യമില്ലാതെ തിരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പരസ്യമായിട്ട് അമേരിക്ക എടുത്ത് പറയുമ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നതിനകത്ത് അതൃപ്തി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മോസ്കോയിൽ ഇന്ത്യ കൂടി, ചൈന കൂടി, ആ പറയുന്ന അഫ്ഗാനിസ്ഥാൻ പ്രതിനിധി കൂടി, അതിനകത്ത് ഈ പറയുന്ന മീറ്റിങ്ങിനകത്ത് ഒരുപക്ഷെ റഷ്യയുടെ കൂടെ ഈ പറയുന്ന മീറ്റിങ്ങിനകത്ത് പാകിസ്ഥാനും അതേ അഭിപ്രായം ഒരർത്ഥത്തിൽ പറയേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ പാകിസ്ഥാൻ ആ അഭിപ്രായത്തോട് നാളെ കാലത്തെ കൃത്യത പുലർത്തുമെന്നോ സത്യസന്ധത പുലർത്തുമെന്നൊന്നുമില്ല, ആ ഒരു സാഹചര്യത്തിൽ പറയുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം, കാബൂളിലേക്ക് നടത്തിയ അഫ്ഗാനെതിരെയുള്ള ആക്രമണം, അതിനു മുമ്പ് തെഹ്രീക്കെ താലിബാനെ ഒതുക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനകത്ത് നടത്തിയ വ്യോമാക്രമണം, ഈ വ്യോമാക്രമണം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തോണം, ഇതുവരെ ആക്രമണം നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്, TTP നേതാക്കന്മാര് പാകിസ്ഥാൻ അവിടെ അല്ലെങ്കിൽ ഖൈബർ പത്തുങ്ക മേഖലയിൽ അടക്കി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. ഈ ആക്രമണം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ബലൂചിസ്ഥാൻ മേഖല അല്ലെങ്കിൽ പാകിസ്ഥാൻ മേഖലയിലേക്ക് ലക്ഷ്യം വെച്ച് മുനീർ സംസാരിച്ച്, പ്രധാനമന്ത്രി സംസാരിച്ച്, പലവട്ടം അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ തീരുമാനമെടുത്ത് യുദ്ധത്തിന് സജ്ജമായ കോപ്പുകൾ കൂട്ടുന്നതിന് വിമാനങ്ങൾ കൊടുക്കാനും ആയുധങ്ങൾ കൊടുക്കാനും തീരുമാനിച്ചു കഴിയുമ്പോൾ ഇതൊരു അജണ്ടയായി അല്ലെങ്കിൽ ഈ തരത്തിൽ അമേരിക്കയുടെ തീരുമാനമായി അമേരിക്കയിൽ പുറകെ നിന്ന് കളിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് എന്ന് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരുന്നതും ആ സമയത്ത് അക്രമത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നതും ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കും. ഇപ്പൊ ഏതാണ്ട് തിരിച്ചടിക്ക് ശേഷം രണ്ട് രാജ്യങ്ങളും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകും. ഈ സമയം നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് കൊമ്പ് കോർക്കുന്ന ഏറ്റവും അവസാനത്തെ ഈ പറഞ്ഞ ട്രംപിന്റെ ബ്രഹ്മാസ്ത്രം എന്ന് നമ്മൾ പറയേണ്ടി വരും. ചൈനയ്ക്ക് 100% താരിഫ് കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ചൈന റെയർ മെറ്റീരിയൽസ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിനുള്ള തീരുമാനം അല്ലെങ്കിൽ ആ തീരുമാനം മരവിപ്പിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇനി റെയർ മെറ്റീരിയൽസ് കൊടുക്കുന്ന ഒരവസ്ഥയില്ല. അതായത് അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നുകൊള്ളണം, എല്ലാ രാജ്യങ്ങളും തന്നുകൊള്ളണം, ഞങ്ങൾക്ക് തന്നില്ലേ കാണിച്ചു തരാം, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു മേൽക്കോയ്മയും അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനം അങ്ങനെ ആകണം എന്നുള്ള വിചാരവും ഒക്കെ ഉണ്ടായിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പൊ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചു പോകും. ഈ പറയുന്ന പോലെ റെയർ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക സ്തംഭിക്കും. അമേരിക്കയ്ക്ക് ഊർജ്ജ പ്രതിസന്ധി വരും, അമേരിക്കയുടെ മിസൈൽ നിർമ്മാണം നിലയ്ക്കും, അമേരിക്കയുടെ ഹെലികോപ്റ്റർ നിർമ്മാണം നിലയ്ക്കും, അല്ലെങ്കിൽ അമേരിക്കയുടെ വിമാന നിർമ്മാണം നിലയ്ക്കും, കപ്പൽ നിർമ്മാണം നിലയ്ക്കും, അല്ലെങ്കിൽ വിൻഡിമെല്ലിന്റെ പ്രവർത്തനം നിലയ്ക്കും, ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. അപ്പൊ അതിനകത്തൊരു മാറ്റവും വരുത്തുന്നില്ല. അപ്പം ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയും കൂടി ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചൈന നിലപാടെടുക്കുന്നു, ആ നിലപാടിന്റെ പുറകിൽ ഒരുപക്ഷെ ഇതുവരെ എടുക്കാത്ത ഒരു നിലപാട് ഇപ്പം വളരെ കൃത്യമായിട്ട് 30% താരിഫ് ഇന്ത്യയെക്കാട്ടിൽ കുറവായിട്ട് ചൈന ഏർപ്പെടുത്തി ചൈനയുടെ ഷീ ജിൻപിങ്ങിനെ കാണാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ചൈനയുടെ ഷീ ജിൻപിങ് ഇനി അമേരിക്കൻ പ്രസിഡന്റെ കാണുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ. അതായത് ഒരു കാരണവുമില്ലാതെ സൗഹൃദത്തിൽ ഇന്ത്യയെക്കാട്ടിൽ വലിയ സൗഹൃദത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്നത് തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തീരുമാനം വന്നതിന് ശേഷമാണ്, ചൈന വഴങ്ങുന്നില്ല എന്നതിന് കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു ബ്രഹ്മാസ്ത്രം, അതിൽ 100% താരിഫ് 100% താരിഫ് ഏർപ്പെടുത്തിയാൽ നമ്മൾക്കപ്പുറം സ്വന്തമായിട്ട് ഈ പറയുന്ന പോലെ ആഭ്യന്തര വിപണി അത്ര കണ്ടില്ലാത്ത ചൈന മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിൻ കയറ്റുമതി തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അതിനെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ പോലും വഴങ്ങുന്ന ഒരവസ്ഥയിൽ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ഒരു യുദ്ധത്തിനകത്ത് ഒരു ജിയോ പൊളിറ്റിക്സ് ഉണ്ട്. ഈ അഫ്ഗാൻ പാകിസ്ഥാൻ യുദ്ധത്തിനകത്ത് പാകിസ്ഥാൻ പെടാൻ പോവുകയാണ്. അതായത് ഒരു വശത്ത് അമേരിക്ക ആയുധം കൊടുത്തും അമേരിക്കയ്ക്ക് താല്പര്യത്തിൽ അല്ലെങ്കിൽ അവിടെ വ്യോമത്താവളങ്ങൾ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഇറാനെയും ഇന്ത്യയും അല്ലെങ്കിൽ ചൈനയും ഒക്കെ ആക്രമിക്കുന്നതിന് ലക്ഷ്യം വെക്കുമ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾ ഒന്നിച്ച് പാകിസ്ഥാനെതിരെ നീങ്ങുന്നു. അതായത് അഫ്ഗാന് വേണ്ട പിന്തുണ, ആയുധങ്ങൾ, വേണ്ടി വന്നാൽ ബ്രഹ്മോസ്, ഇന്നലെ ഇവിടെ വന്നപ്പോൾ ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അല്ല, അഫ്ഗാന് വേണ്ട സഹായങ്ങൾ എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാകുകയാണ്.
അപ്പം അതിനെ ആര് എതിർത്താൽ, ഇപ്പൊ എതിർത്താൽ ഇന്ത്യ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ തീരുമാനത്തിനകത്ത് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നുള്ളതാണ് ഇന്നലെ കണ്ടത്. അതാണ് ലോകത്തെല്ലാ രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ ഈ അഫ്ഗാനെ കണ്ടിരിക്കുന്നത് ഒരു ഭീകരവാദിയുടെ രാജ്യം. ഈ ഭീകരവാദിയുടെ രാജ്യം എന്ന് ലോകം പറയുമ്പോഴും, ഒരുപക്ഷെ അമേരിക്ക പറയുമ്പോഴും, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ പറയുമ്പോഴും, അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ ആയുധം കൊടുക്കുക, ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമായിട്ടുള്ള പാകിസ്ഥാൻ ആയുധം കൊടുക്കുക, അല്ലെങ്കിൽ ലോകം ഈ പറയുന്ന കോട്ടിട്ട ഭീകരവാദി എന്ന് പറയുന്ന മുനീറിനെ വിളിച്ച് അത്താഴ് വരുന്ന കൊടുക്കുക. അപ്പൊ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ തിട്ടൂരം ഒന്നുമില്ല. അപ്പൊ അത് തന്നെയാണ് ഇന്ത്യ പറയുന്നത്, ഞങ്ങളുടെ താല്പര്യങ്ങൾ, ഒരുപക്ഷെ ഞങ്ങളുടെ സുഹൃത്തായിട്ട് വരുന്ന, ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന, ഞങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളിനെ ആര് പറഞ്ഞാലും ഞങ്ങളുടെ കൂടെ കൂട്ടും. അതായത് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചൈനയുമായിട്ടുള്ള കൊമ്പ് കോർക്കൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് പ്രശ്നമാക്കുന്നതിന് വേണ്ടി ഈ ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു അവസ്ഥ, പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്ന ഒരവസ്ഥ, ആ അവസരത്തിൽ ഈ പറയുന്ന അഫ്ഗാനിലെ പോർട്ട് അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് എതിരെ നിൽക്കുന്ന ഈ ചൈന ആയാലും കൊള്ളാം, റഷ്യ ആയാലും കൊള്ളാം, ഇന്ത്യ ആയാലും കൊള്ളാം, അവർക്കെതിരെ ഉള്ള ഒരു നീക്കം, ആ നീക്കത്തെ ശക്തമായി നേരിടുന്നതിന് വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു, അതിന്റെ കൂടെ ചൈന നിന്നിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ഏതായാലും നാളെ കാലത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ, നേരിട്ടല്ലാത്ത യുദ്ധത്തിൽ, അതായത് ഇന്ത്യ അമേരിക്ക യുദ്ധത്തിന് പകരം പാകിസ്ഥാൻ അഫ്ഗാൻ യുദ്ധം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നീങ്ങിയാൽ അഫ്ഗാനിന്റെ പുറകിൽ ചൈന ഉണ്ടാകും, ഇന്ത്യ ഉണ്ടാകും, ഒരുപക്ഷെ ഇറാൻ ഉണ്ടാകും. ഈ പറയുന്നത് പോലെ ഇവർ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് ഈ അടുത്ത ദിവസം കരാർ ഉണ്ടാക്കിയ സൗദി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, സൗദി ഈ കരാർ അനുസരിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അറബിക് നാറ്റോ എന്നൊക്കെ പറഞ്ഞത് കരാർ ഉണ്ടാക്കിയാന്നല്ലേ, പാകിസ്ഥാനെ ആരാക്രമിച്ചാലും ഈ പറയുന്ന സൗദി ഇടപെടണം, സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇടപെടണം. ഇന്നലെ ഈ അടിയൊക്കെ കഴിഞ്ഞ് പൊച്ചം തിരിഞ്ഞിരിക്കുന്ന പാകിസ്ഥാന്റെ അടുത്ത് സൗദി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, രണ്ട് രാജ്യങ്ങളും ഞങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളാണ്, രണ്ട് രാജ്യങ്ങളും സമാധാനത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതായത് ഇവൻ ഈ വായി നോക്കി പാകിസ്ഥാൻ ലോകത്തെല്ലായിടത്തും കിടന്ന് അടിമേടിക്കും, ഇതിനകത്തൊക്കെ ഇടപെട്ടാൽ സൗദിയെ പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ വികസനത്തിൽ ഒന്ന് മുന്നോട്ട് പോകുന്ന, അത്തരത്തിൽ കുഴപ്പങ്ങളില്ലാത്ത ലോക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന രാജ്യത്തിന് ലോകത്ത് എവിടെ നിന്നും തട്ട് കിട്ടും. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഈ പറയുന്ന പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുമായി സൗദി വന്നാൽ അതിനകത്ത് കൃത്യമായ തിരിച്ചടി താലിബാന്റെ ഭാഗം കൊണ്ട്, അല്ലെങ്കിൽ താലിബാനെ കൊണ്ട് സൗദിക്ക് ഉൾപ്പെടെ കൊടുപ്പിക്കും എന്നുള്ള കാര്യം സൗദിക്കറിയാം. അതുകൊണ്ടാണ് ഖത്തറും സൗദിയും പറഞ്ഞത്, മുസ്ലിം രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലേക്ക്. അതായത് അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പിന്തള്ളി വേർതിരിച്ച് മാറ്റി നിർത്തി ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നപ്പോൾ ഇന്ത്യ അങ്ങോട്ട് കൂടി അതിന്റെ പുറകിൽ നിന്ന്, അല്ലെങ്കിൽ അതിനു വേണ്ട സപ്പോർട്ട് കൊടുത്തപ്പോൾ, സുഹൃത്താക്കിയപ്പോൾ ഈ പറയുന്ന റഷ്യയും ചൈനയും ഇന്ത്യയും എല്ലാം അഫ്ഗാന്റെ ഭാഗമാകുന്നു. അമേരിക്കയ്ക്ക് ഒരു പക്ഷേ ഇനി അഫ്ഗാനിസ്ഥാനിൽ പഴയതുപോലെ കടന്നു കയറി ഉള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനെ കൊണ്ട് അത്തരത്തിൽ ഏറ്റുമുട്ടൽ കൂടി അമേരിക്കയുടെ തിട്ടൂരങ്ങൾ നടപ്പാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ നയിച്ചാൽ പാകിസ്ഥാനെ ചാരമാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ ട്രെയിലർ യുദ്ധം, അല്ലെങ്കിൽ ഒരു രാത്രി മാത്രം നടന്ന യുദ്ധത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് അങ്ങോട്ട് കാബൂളിൽ ഒരു ആക്രമണം നടത്തി തിരിച്ചടി ഭയാനകമായിരുന്നു. ഏതാണ്ട് 60ഓളം പട്ടാളക്കാരെ കൊന്നു തള്ളുകയും, ഏതാണ്ട് 4ഓളം പ്രവിശ്യകൾ പിടിച്ചെടുക്കുകയും, 12ഓളം പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും, അത്തരത്തിൽ വലിയൊരു കാഷ്വാലിറ്റിയും അല്ലെങ്കിൽ വലിയ ഒരു പരിക്കും ഒക്കെ പട്ടാളക്കാർക്ക് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഏതായാലും ഇത് ഒരു ട്രംപിന് നേരെയുള്ള ഒരു താക്കീതായിട്ട്, അല്ലെങ്കിൽ ട്രംപിന്റെ ഈ പറയുന്ന തിട്ടൂരങ്ങളെ അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നീക്കമായിട്ടൊക്കെ ഇതിനെ കാണേണ്ടി വരും. ഏതായാലും പാകിസ്ഥാൻ ഈ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇനിയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ വന്നാൽ അഫ്ഗാനിസ്ഥാന് വേണ്ട പിന്തുണയെല്ലാം ഇന്ത്യ കൊടുത്തു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ട് വളരെ കൂടുതൽ വലിപ്പത്തിൽ ഇനിയും അങ്ങോട്ട് കൊടുക്കും എന്നാണ് ലോക രാജ്യങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അത്തരത്തിലേക്കുള്ള ചർച്ച നടത്തുന്നത്. ഏതായാലും ഇത് അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ അവസ്ഥ വളരെ മോശമാകും. നാളെ കാലത്ത് ഇനി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പാകിസ്ഥാൻ ചാരമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.
എന്തായാലും പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് അഫ്ഗാന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. 60ഓളം പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ 4ഓളം പ്രവിശ്യകൾ പാകിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുന്നു. ഈ രീതിയിൽ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാന് വേണ്ടി അമേരിക്ക രംഗത്തിറങ്ങുമോ? അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പരിണമിക്കുമോ എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.